ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. വരും. ഞാൻ ഇന്നിവിടെ ഒരു കുറഞ്ഞ അളവിലൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഏകദേശം 3.25 ഗ്ലാസോളം വെള്ളം ബോയിൽ ചെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും നമ്മളെ പാത്രത്തിൻ്റെ അടിക്കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഏതാണ്ട് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള രീതിയിൽ മതിയാവും. കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ കുറച്ച് കൂടുന്ന വെള്ളം അത് നമ്മൾ നോക്കി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഗ്ലാസ് അരിക്ക് ഒരു 3.25 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് ഇത് അരി ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളതിലേക്ക് ഞാൻ പറഞ്ഞ അളവിലുള്ള വെള്ളം 1.5 ഗ്ലാസ്സിന് അടിക്കട്ടി ഉള്ളതാണെങ്കിൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം അടിക്കട്ടി ഉള്ളതാണെങ്കിൽ. ഇനി പാത്രത്തിന് കട്ടി കുറവാണെങ്കിൽ നമുക്ക് ഒരു 1.25 ഗ്ലാസോളം എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടുന്ന് തിളക്കട്ടെ. ഞാൻ ഇതിൽ ഞാൻ വേറെ എന്താ ഇട്ടതെന്ന് വെച്ചാൽ ഉപ്പിട്ട വെള്ളമാണേ. ഉപ്പും പിന്നെ ഞാനിവിടെ ഗരം മസാലയാണ് ഇടുന്നത്. ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ്. അപ്പോൾ ആ ഗരം മസാലയാണ് ഞാൻ ഈ റൈസിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇതിലൊന്നുമില്ല, നെയ്യ്, ഉപ്പ്, വെള്ളം. അപ്പം പിന്നെ ഞാൻ എപ്പോഴും ചേർക്കാറുള്ളൊരു സാധനമുണ്ട്, അത് വെന്ത് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം നമുക്ക് തൽക്കാലം ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. നമ്മളെ റൈസ് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നൊരു സാധനം, അത് ക്യാരറ്റ് നന്നായിട്ട് കുനുകുനാ അരിഞ്ഞിട്ടുള്ളതാട്ടോ. അതൊന്ന് ഇട്ട് കൊടുത്താൽ എൻ്റെ ബിരിയാണിയിൽ എപ്പോഴും അത് ഇടാറുണ്ട്. അത് കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. ക്യാരറ്റ് അത് നല്ലോണം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് അമർത്തി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ ആ ഒരു സ്റ്റീമിൽ ഈ ക്യാരറ്റ് ഒന്ന് വേവും. അത് മതി. നമ്മുടെ റൈസ് നല്ല പാകമായിട്ടാണുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഓക്കെ, ചിക്കൻ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ഞാൻ കുറച്ച് ഓണിയൻ നല്ല നേരിതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇത്തിരി ഗീ കൂടി ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഞാനിത് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഒരു കുറച്ച് ഗീ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമുക്ക് വേണേൽ നമുക്ക് ഈ ഓണിയൻ സാധാരണ കടായിലിട്ടിട്ട് ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം, നല്ല ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കാം. അങ്ങനെയായാലും മതി. നമുക്ക് ഇനി ചിക്കൻ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഉള്ളി ഇടാം. നീളത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് കുറച്ച് എൻ്റേതായ ചില ചേരുവകളും അതോടൊപ്പം ആബിദ റഷീദിൻ്റെ ചില ടിപ്സുമാണ് ഇതിലിടുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ, അവർ എന്തൊരു പാഷനേറ്റീവാണ് ഈ കുക്കിങ്ങിനോടെന്ന്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയും, നമുക്ക് കുക്കിങ്ങിനോട് താല്പര്യമുള്ള ആളുകൾക്ക് മനസ്സിലാവും അവരുടെ ആ ഒരു അത്രയും ആ മേഖലയിലുള്ള ആ ഒരു നിരീക്ഷണം. നമുക്കിപ്പോൾ അവർ പറയുന്നുണ്ട് ഉള്ളി നമ്മൾ സാധാരണ വഴറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് വഴറ്റുമ്പം ഇത് ട്രാൻസ്പെറൻറ്റും ട്രാൻസ്ലൂസൻറ്റും അങ്ങനെ ഓരോരോ സ്റ്റേജിലേക്ക് ഉള്ളി മാറുന്നതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മളൊന്ന് എത്ര നല്ല നിരീക്ഷണ പാഠമാണെന്ന്. പിന്നെ ഇതിൽ വേറെ മസാലകളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിങ്ങനെ ഉള്ളി ഒന്ന് ഏകദേശം ഒരു പിങ്കിഷ് കളറായി, അതിൻ്റെ കളർ ഒന്ന് മാറിയപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഇപ്പോൾ ഉള്ളി മാത്രമേ ഉള്ളൂ, എണ്ണയിൽ ഉള്ളി മാത്രം ഇട്ട് വഴറ്റി നമ്മൾ പിന്നെ അതിലേക്ക് ഒരു 500 ഗ്രാമോളമുള്ള ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സ്റ്റേജ് അതും ഭയങ്കര രസമാണ്. അവർ പറയുന്നുണ്ട് നമ്മൾ ഉപ്പിടേണ്ട സമയം. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ഈ കളർ മാറ്റമൊന്നും നമ്മളത്ര ഒബ്സർവ് ചെയ്യില്ല. അപ്പോൾ ഈ കളർ ഒരു പിങ്കിഷ് കളറായിട്ടുള്ള ഈ ചിക്കൻ ഒരു വൈറ്റിഷ് കളർ ആകുമ്പോഴാണ് അതിൻ്റെ ഹോൾസ് തുറന്ന് വരിക, അപ്പോഴാണ് ഉപ്പിടേണ്ടത് എന്നൊക്കെ പറയുന്നു. അപ്പം നമുക്കും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ.
ഇതൊന്ന് വൈറ്റിഷ് കളറാവട്ടെ. ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ പിങ്കിഷ് കളറിലെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു വെളുപ്പ് കളർ വരുന്നു. ഇതാ വൈറ്റ് കളറായി. ഇപ്പോഴാണ് നമ്മൾ ഉപ്പിടേണ്ടത്. അപ്പോൾ നമുക്ക് പാകത്തിന് കല്ലുപ്പിടാം. ഞാനിവിടെ ഉള്ളി എടുത്തത് പറഞ്ഞില്ല, ഞാൻ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ്, അപ്പോൾ ഞാൻ ഉള്ളി എടുത്തതൊന്നും പറഞ്ഞില്ല. ഞാനൊരു 3 വലിയ ഉള്ളിയാണ് എടുത്തത് കേട്ടോ. കുറച്ച് മസാല കൂടുതൽ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് 3 വലിയ ഉള്ളിയാണ് എടുത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. ഞാനൊരു 6ഓളം, നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്, അപ്പോൾ ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് ആവശ്യമുള്ളവർ കൂടുതലായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഞാനൊരു 3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതാണ് ചതച്ച് വെച്ചതാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി, ഒരു 2 തക്കാളി ഞാൻ മുറിച്ചിട്ടുണ്ട്. ആ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി ബിരിയാണി മസാല ഇടാം. ഗരം മസാലയാണ്, അത് ഞാൻ ഇവിടെ തയ്യാറാക്കിയത് തന്നെയാണ്. അപ്പോൾ ആ ഗരം മസാല നമുക്ക് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഏതാണ്ട് 1 സ്പൂണോളം ഇടുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന സാധനം, നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് ക്രിസ്പി ആക്കി എടുത്ത ഉള്ളിയില്ലേ, ഇതാണ് ആകെ നമ്മുടെ ഈ ചിക്കന് കളർ കൊടുക്കുന്ന സാധനം. അല്ലാതെ യാതൊരു മസാലയും നമ്മൾ ഒരു പൊടികളും ഇട്ടിട്ടില്ല. മല്ലി മസാല ഒന്നും ഇട്ടിട്ടില്ല. ആകെ ഗരം മസാലപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇത് കുറച്ചുകൂടെ വേണമായിരുന്നു, ഞാൻ കുറച്ചേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നല്ല ബ്രൗണിഷ് കളറാക്കിയ ക്രിസ്പി ആക്കിയിരിക്കുന്ന ഉള്ളിയാണ് കേട്ടോ. അതാണ് ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ആഡ് ചെയ്യുന്നത് തൈരാണ് കേട്ടോ. കുറച്ച് തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 ചെറിയ സ്പൂണ് തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്യുന്നത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിത് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാൻ വിടാം. അതൊന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. നമ്മളുടെ ചിക്കൻ ഇവിടെ നല്ല പാകമായിട്ടുണ്ട്. ഇത് കാണുന്നുണ്ടോ? നല്ല രസമായിട്ടായിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സ് ചെയ്യണം. അതിന് നമുക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നട്ട്സ്, കിസ്മിസൊക്കെ ഇടണം. പക്ഷേ എൻ്റെ കയ്യിൽ കിസ്മിസ് ഇല്ല, ഞാൻ നട്ട്സ് മാത്രം ഒന്ന് ഫ്രൈ ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ എൻ്റെ കുഞ്ഞു കടായിൽ കുറച്ച് നട്ട്സ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കിസ്മിസാണ്, പക്ഷേ കിസ്മിസ് ഇല്ല എൻ്റെ അടുത്തുണ്ട്. ബ്ലാക്ക് കളറാണല്ലേ, അത് രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ നട്ട്സ് മാത്രമാണ് ഇടുന്നത്. നമ്മളുടെ നട്ട്സ് ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി സവാള വറുത്തെടുക്കാം. സവാള ഞാൻ എപ്പോഴും വറുക്കുമ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിനൊരു നല്ലൊരു ക്രിസ്പിനെസ്സും നല്ലൊരു ഗോൾഡൻ കളറും കിട്ടും. അതിനു വേണ്ടി എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിത് ഇവിടുന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് വേറെയും ചിക്കൻ വേറെയും വേവിച്ച് വെച്ചു. നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് ദം ചെയ്യാൻ വെക്കാം. നമ്മുടെ ചിക്കൻ ഇതാണ്, ഇത്രയാണുള്ളത്. ഞാൻ അതിലേക്ക് നമ്മളുടെ റൈസാണ് ആഡ് ചെയ്യുന്നത്. അടിയിലാണ് അതിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ടോപ്പിലേക്ക് റൈസ് ആഡ് ചെയ്തു. കുറച്ചേ ഉള്ളൂ കേട്ടോ, 2 ഗ്ലാസിൻ്റെതാണ്. റൈസ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, നമ്മൾ ഉള്ളി വറുത്ത ആ എണ്ണയുണ്ട്, ആ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഇത് പാല്, യെല്ലോ കളറ്, പനിനീർ. അപ്പോൾ പാലും യെല്ലോ കളറും റോസ് വാട്ടറും കൂടി ആഡ് ചെയ്തൊരു മിക്സാണ്. അപ്പോൾ അതൊന്ന് കണ്ണൂർ ബിരിയാണിയിലൊക്കെ മിക്കവാറും ഉണ്ടാവും. ഇത് കണ്ണൂർ കോഴിക്കോട് മിക്സാണ് ഇന്നത്തെ ബിരിയാണി. അപ്പോൾ അതിലിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിൽ വൈറ്റും ഓറഞ്ചും യെല്ലോ ഒക്കെ ആയിട്ട് കാണാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തു.
പിന്നെ നമ്മളിടാൻ പോണത് കുറച്ച് മല്ലിയില. എന്തൊരു ഭംഗിയല്ലേ. പിന്നെ നമ്മളിടാൻ പോണത് കുറച്ച് നമ്മളെ ഓണിയൻ ഫ്രൈ ചെയ്തത്, കുറച്ച് കാഷ്യൂ. ഇനി ബാക്കി ഉള്ള മുഴുവൻ അരി ഞാൻ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. ബാക്കി മുഴുവൻ റൈസും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും ചെയ്യാൻ പോണത് ഈ നമ്മളിട്ട സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തിരി എണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തു. പിന്നെ റോസ് വാട്ടറാണ്. അതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും, ഇടയ്ക്കൊരു മഞ്ഞൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അതൊഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ബാക്കിയുള്ള മുഴുവൻ മല്ലിയില ഇട്ടു നല്ല ഭംഗിയായിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ഇട്ടു. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ദമ്മാണ്. അത് ഈ പേപ്പർ കൊണ്ടാട്ടോ, അലുമിനിയം ഫോയിൽ കൊണ്ടാണ് നമ്മൾ ദം ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ലിഡിട്ടു അടച്ചു വെച്ചിട്ടുണ്ട്. ആദ്യ വിധത്തിൽ നമ്മളിത് ദമ്മിനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ ദോശക്കല്ല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് സിമ്മിൽ ആക്കിയിട്ട് കുറച്ച് നേരം നമുക്ക് ദം ചെയ്യാം. നമ്മളുടെ ദം സെറ്റപ്പ് ഇതാണ്, ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചുട്ട് പഴുത്തിരിക്കുന്ന ദോശക്കല്ലാണ്. ഞാനിപ്പോൾ അതിൻ്റെ തീ കുറച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാൻ വെക്കാം. ഒരു 15 മിനിറ്റ് ദം ചെയ്തിട്ട് നമുക്ക് ഈ ബിരിയാണി എടുക്കാം. അപ്പോൾ നമുക്ക് അത് ദമ്മാവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത ദം ബിരിയാണി നോക്കാം. ഇതാട്ടോ, എങ്ങനെയുണ്ട് നോക്കിയാലോ. യെസ്, ഇതാ സ്റ്റീം പോകുന്ന നമ്മുടെ സൂപ്പർ ദം ബിരിയാണി. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.